ചേങ്കോട്ടുകോണം ശ്രീരാമദാസാശ്രമം ഇന്ന് ലോകപ്രസിദ്ധമാണ്. 1921 മഹാസിദ്ധനും ആത്മാരാമനുമായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരാണ് ആശ്രമം സ്ഥാപിച്ചത്. 45 വർഷം ഒരു ചുട്ടിത്തോർത്തു മാത്രം ധരിച്ച് അർദ്ധനഗ്നനായി 14 സെൻറ്റും മാത്രം വിസ്തീർണമുള്ള ഒരു സ്ഥലത്ത് ശ്രീരാമ പട്ടാഭിഷേകത്തിൻ്റെ രവിവർമ്മ ചിത്രം വെച്ച് ഒരു കൊച്ചു ചപ്രത്തിൽ അർച്ചനയും ആരാധനയും ശ്രീരാമ പട്ടാഭിഷേകവും അധ്യാത്മരാമായണ ശ്രവണവും അന്നദാനവും ചെയ്ത് തന്നെ സമീപിക്കുന്ന ഭക്തജനങ്ങളുടെ ദുഃഖങ്ങൾക്കും ദുരിതങ്ങൾക്കും അറുതി വരുത്തി ഉഗ്രതപസ്സിലൂടെ സാക്ഷാൽ ശ്രീരാമദാസനായ ആഞ്ജനേയൻ തന്നെയായി തീർന്ന അവതാര പുരുഷൻ തന്നെയായിരുന്നു ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ. അദ്ദേഹത്തെക്കുറിച്ച് ശിഷ്യോത്തമനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ രചിച്ച പാദപൂജ എന്ന ഒറ്റ ഗ്രന്ഥം മതി ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ ആരെന്ന് മനസ്സിലാക്കാൻ. 1965 ഗുരുപാദർ സമാധി പ്രാപിച്ചു. വെറും സമാധിയായിരുന്നില്ല അത്. ഭക്തജനങ്ങളോട് തനിക്ക് എന്തെങ്കിലും തരാൻ ആഗ്രഹമുള്ളവർ ഉടൻ കൊണ്ടുവരണമെന്നും നാളെ തിരികെ കുടുംബത്തിലേക്ക് പോവുകയാണെന്നും പറഞ്ഞ് ഭക്തജനങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ച ഫലമൂലാദികളെല്ലാം തൊട്ടു പരിഗ്രഹിച്ച് പ്രസാദമായി നൽകി അനുഗ്രഹിച്ച് ആസനസ്ഥനായിരുന്ന് രാമനാമം ഉച്ചരിച്ച് ശരീരം വെടിയുകയാണുണ്ടായത്. അത് ജീവസമാധിയായിരുന്നു. സമാധിക്കു ശേഷം 24 മണിക്കൂറുകൾക്ക് ശേഷവും ശരീരം മരവിക്കുകയോ മൂക്കിൽ നിന്ന് യാതൊരു ദ്രാവകവും പുറത്തേക്ക് വരികയോ ചെയ്തില്ല എന്നു മാത്രമല്ല, ആശ്രമ അന്തരീക്ഷം ശരീരത്തിൽ നിന്നുള്ള നിർവചിക്കാനാകാത്ത സുഗന്ധ പ്രസരണം കൊണ്ട് അതീവ പവിത്രമായി അനുഭവപ്പെട്ടു. ലോകം ഒരു കുടുംബമാണ്. അമ്മയുടെ അടുത്ത് മക്കൾ നിൽക്കും പോലെ നിൽക്കണം. ആനന്ദമായിരിപ്പിൻ എല്ലാം അതിൽ താനേ വന്നുചേരും എന്നീ വചനങ്ങളാണ് അദ്ദേഹം അവസാനമായി ഭക്തരോട് പറഞ്ഞത്. 1965 മെയ് മാസം 26-ാം തീയതി ഉച്ചയ്ക്ക് ഉത്തരായനവും ശുക്ലപക്ഷവും ഏകാദശിയും ഒത്തുചേർന്ന ശുഭമുഹൂർത്തത്തിലാണ് ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദർ മഹാസമാധിസ്ഥനായത്. ആശ്രമ മണ്ഡപത്തിൽ ശ്രീ ശക്തി ഗണപതിയുടെയും ശ്രീരാമക്ഷേത്രത്തിൻ്റെയും ഇടയിലായി ഇന്നു കാണുന്ന ശ്രീകോവിൽ ഗുരുപാദരുടെ മഹാസമാധിസ്ഥാനമാണ്. ഗുരുപാദരുടെ ഭൗതിക ശരീരം പ്രതിഷ്ഠിച്ച സ്ഥലത്ത് ശ്രീകോവിലിൽ ഗുരുപാദരുടെ ചിത്രം വച്ചാണ് നിത്യപൂജകൾ നടന്നു വരുന്നത്. ആയിരങ്ങൾക്ക് ഇന്നും ആത്യന്തികമായ അഭയകേന്ദ്രവും അനുഗ്രഹ സ്രോതസ്സുമാണ് ഈ അപൂർവ പുണ്യസ്ഥാനം.